തൃപ്പൂണിത്തുറ തൊട്ടടുത്ത അയാളുടെ വീട് എന്ന് പറയുമല്ലോ. 5 വർഷം മുമ്പ് എന്റെ അടുത്ത് കഥ പറഞ്ഞ വന്നിരുന്നു. 6 വർഷം മുമ്പ്. ആ കഥ ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല. അന്ന് 6 വർഷം മുന്നേ ഓണം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. മിഥുൻചേട്ടൻ പറഞ്ഞ പോലെ വലിയൊരു ഭാരമാണ്. എന്തോ വന്ന ഉടനെ തമാശ പറയും, എല്ലാവരെയും ചിരിപ്പിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു മാനസികാവസ്ഥയിലല്ല. കാരണം അച്ഛൻ പോയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പക്ഷേ ഇങ്ങനൊരു പരിപാടിയുടെ ഒരു കോസ്, ഏട്ടൻ ഇതിൽ ഷോ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു കോസ് മാനിച്ച് അതുകൊണ്ട് തീർച്ചയായിട്ടും വരണം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ഒരു പൊതുപരിപാടിയാണ് അച്ഛൻ പോയതിന് ശേഷമുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു ഗുഡ് വില്ലും കൂടെ ചിന്തിച്ചപ്പോൾ പിന്നെ വരാം എന്ന് വിചാരിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് തമാശയൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അച്ഛൻ്റെ ഒരു സുഹൃത്തും സിനിമയിലൊക്കെ ഉള്ള ഒരാള് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, വൈകുന്നേരങ്ങളിൽ സ്ഥിരം സദസ്സുകളിൽ ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ അന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയം, പഠിച്ചിട്ടില്ല, പോയിക്കൊണ്ടിരുന്ന സമയമാണ്. വെറുതെ ഇങ്ങനെ വരും. അങ്ങനെ പോയി വരുന്ന സമയത്ത് അച്ഛൻ വരുന്നവരടുത്തൊക്കെ അച്ഛൻ്റെ ഒരു സ്ഥിരം ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ കൂട്ടുകാരെ മുന്നിൽ കുറച്ച് രണ്ടെണ്ണൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടുകാരെ മുന്നിൽ എന്നെ വിളിച്ച് അപമാനിക്കുക എന്നുള്ളത് അച്ഛൻ്റെ ഒരു സ്ഥിരം ഹോബിയായിരുന്നു. അപ്പൊ ഞാനതിന് അർഹനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഇരുന്ന് കൊടുക്കും, തിരിച്ചൊന്നും മറുപടി പറയാറില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ്റെ ഒരു സുഹൃത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു, നാളെ നീ എന്തെങ്കിലും നീ രക്ഷപ്പെടുവാണെങ്കിൽ നിന്റെ കയ്യിൽ 10 കാശൊക്കെ വരുന്ന സമയത്ത് നീ 3 ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് എന്ത് എന്നുള്ളത് പോലും അറിയാത്തൊരു കാലത്താണ്. എന്നോട് പറഞ്ഞു 3 ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. അപ്പൊ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 രൂപ വരുവാണെങ്കിൽ ഒരു 60 രൂപ അല്ലെങ്കിൽ 600 രൂപ നീ ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ ഇടണം. പിന്നെ വരുന്ന ഒരു 300 രൂപ രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിൽ ഇടുക. പിന്നെ വരുന്ന ഒരു 100 രൂപ മൂന്നാമത് തുടങ്ങുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഞാൻ ഒരു 1000 രൂപ ഇട്ടൊരു 50 രൂപ എടുക്കാൻ ഇല്ലാത്ത സമയത്താണ് ഈ പുള്ളി എന്നെ ഉപദേശിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്കിൾ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന കാശ് നിനക്ക് നിന്റെ ആവശ്യങ്ങൾക്കും തുണിമണി വാങ്ങിക്കാനും നിന്റെ ചെലവുകൾക്കും ഇതൊക്കെ ഉപയോഗിക്കാം. രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ, ആ പൈസ കൊണ്ട് നിനക്ക് ഈ നാട്ടിലെ നികുതി, ടാക്സ്, നീ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണെങ്കിൽ നീ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ നീ കൃത്യമായി ആ പൈസ കൊണ്ട് നികുതി അടക്കുക. രണ്ടാമത്തേലും നീ മാറ്റിവെക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, മൂന്നാമത്തെ 100 രൂപയോ? അതാണ് നിനക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നിനക്ക് തരാൻ പോകുന്നത്. ഞാൻ ചോദിച്ചു, അതെന്താണ്? അത് നേരത്തെ ഈ പറഞ്ഞ ഈ കോസ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞ ചാരിറ്റി എന്ന് പറയുന്നത്. അതായിരിക്കും നിനക്ക് ജീവിതത്തിൽ, നീ ഒരുപാട് വണ്ടികൾ വാങ്ങുമായിരിക്കും, വീടുകൾ വയ്ക്കുമായിരിക്കും, പക്ഷെ നിനക്ക് മനസ്സറിഞ്ഞല്ലെങ്കിൽ നീ സന്തോഷിക്കുക. ജീവിതത്തിൽ നിന്റെ കൈ കൊണ്ട് ആ 100 രൂപ അല്ലെങ്കിൽ എടുത്ത ഒരാൾക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നീ വീട് വെച്ചാലും നീ കാറ് വാങ്ങിയാലൊന്നും നിനക്ക് കിട്ടില്ല. ഇന്ന് അദ്ദേഹം അച്ഛൻ്റെ പേരിൽ ചെയ്യുന്ന, ജോബ് ചേട്ടൻ അച്ഛൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു സംരംഭത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും ഇത് കിട്ടിയ അല്ലെങ്കിൽ ഇതിന്റെ സഹായം കിട്ടിയ ആൾക്കാരെക്കാളും എനിക്ക് ഉറപ്പാണ് അദ്ദേഹം സന്തുഷ്ടനായിരിക്കും. രണ്ടാമത്തെ അക്കൗണ്ടിലെ പൈസ അടച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടില്ല എന്നും കൂടെ പുള്ളി പറഞ്ഞു. അപ്പൊ സത്യമാണ്. കാരണം IT ED ഇതൊക്കെ കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. അപ്പൊ സമാധാനം വേണമെങ്കിൽ രണ്ടാമത്തെ അക്കൗണ്ടിലെ പൈസ കൊണ്ട് അടക്കണം. പക്ഷെ നിനക്ക് സന്തോഷം വേണമെങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് ആരെന്ന് പോലും അറിയാത്ത ആൾക്കാർ നിന്നെ സ്നേഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്നേഹവും ഈ സന്തോഷവും നിനക്ക് വേറെ എന്ത് പ്രവൃത്തി ചെയ്താലും നിനക്ക് കിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ ഓർക്കുന്നു.
ജോബ് ചേട്ടൻ അച്ഛൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു സംരംഭമാണ് ബ്ലൂ ഹിൽ ഫൗണ്ടേഷൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആത്മാർത്ഥമായും വളരെയധികം നല്ല മനസ്സോടുകൂടിയും, അല്ലെങ്കിൽ ആ നന്മ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചാരിറ്റി എന്ന് പറയുമ്പോൾ ഇത് കുറേ പൈസ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമില്ല. ചാരിറ്റി ഫഹദിക്കൊക്കെ ചെയ്യാം, ഗണേശേട്ടൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്, എംഎൽഎ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെയുള്ള കണ്ടംപററീസ് ആയിട്ടുള്ള ആൾക്കാർ ഞാൻ കണ്ടുവരുന്ന, കാരണം എനിക്കിപ്പോ കുറച്ച് അത്യാവശ്യം തിരക്കുള്ള കാശൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ 2 അക്കൗണ്ട് തുടങ്ങാനേ പറ്റിയിട്ടുള്ളൂ ഇതുവരെ. ടാക്സ് അടക്കാനുള്ള അക്കൗണ്ടും ഫസ്റ്റിലത്തെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട്. ഫഹദിക്ക് 3 അക്കൗണ്ടും തുടങ്ങി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ അതിൽ നിന്നുള്ള ഫണ്ട് റിലീസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി പലരും പറയുന്നതായി കേൾക്കുന്നു. അപ്പൊ നിങ്ങൾ ഒക്കെ നമ്മൾ നോക്കിക്കാണുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടൻ, ഏറ്റവും വലിയ നടനാവുമ്പോൾ വലിയ പൈസ വരും. അപ്പൊ നിങ്ങളൊക്കെ ഒരു മാതൃക, ജോബ് ചേട്ടൻ ഒരു മാതൃകയായി കാണുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് സത്യമായിട്ടും പ്ലാൻ ചെയ്ത് വന്നല്ല, ഇവിടെ വന്നപ്പോ പറയണമെന്ന് വെച്ചപ്പോ പറഞ്ഞ എന്തെങ്കിലും ഒരു തമാശ പറയണ്ട. എൻ്റെ കണ്ടംപററീസ് ആയിട്ടുള്ള ഞാൻ നോക്കിക്കാണുന്ന ഫഹദിക്കയും ഇതുപോലെയുള്ള ചാരിറ്റിയിൽ ഏർപ്പെടണം. ആ 3ാമത്തെ അക്കൗണ്ടിലെ പൈസ റിലീസ് ചെയ്യണം. ഒരു വലിയ കൈയടി, ചെറിയ കൈയടി ആയിപ്പോയി അത്. എന്നാലേ ഞാനും മിഥുൻ ചേട്ടനൊക്കെയുള്ള ഞങ്ങളുടെ 3ാമത്തെ അക്കൗണ്ടിലെ ചാരിറ്റിക്ക് കാലുവെക്കുന്നുള്ളൂ. എന്തായാലും നിങ്ങളുടെ ഈ വലിയ സന്തോഷത്തിനിടയിൽ ഒരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഈ വൈകിയ വേളയിൽ ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം. നമ്മുടെ അവിടെ ശ്രീനിവാസൻ സാറിന്റെ ഒരു പിക്ചർ ഒരു മോൻ കയ്യിൽ വെച്ചേക്കുന്നത് കണ്ടു. അത് എനിക്ക് കൊണ്ടും തരുമോ? അങ്ങനെയാണ് ഞാനത് കൊടുക്കാം കേട്ടോ, എനിക്ക് കൊണ്ടുപോകാം. അതിനോടൊപ്പം ഞാൻ അഭിനയിക്കുന്നുണ്ട്, അത് മാറി മാറി സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അതിനകത്ത് കഴിഞ്ഞ ബബ്ബപ്പയിലെ ഒരു ഡയലോഗ് സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ, തടിയുള്ള നമുക്ക് എല്ലാവർക്കും അത് തന്നൊരു പ്രചോദനം വേറെ ഒന്നാണ്. ആ ഡയലോഗ് നമുക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റും? അത് അന്ന് തന്നെ ഞാൻ പറയാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇന്ന് ഒരു മൈ ലൈഫ്, മൈ റൂൾസ് ആൻഡ് മൈ കൊടവയർ. അതിനെപ്പറ്റി ആരും ഒന്നും പറയണ്ടെന്നുള്ളതാണ്. അതെ, അത് ഞാൻ ഒരുപാട് അടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഡയറക്ഷൻ വെഞ്ചർ എപ്പോഴായി? അടുത്ത ഡയറക്ഷൻ വെഞ്ചർ എപ്പോഴാണ്? ഡയറക്ഷൻ വെഞ്ചർ ഫഹദിക്കനോട് ഇത്ര കാലമായി ഒരു കഥ പറയട്ടെ, വരട്ടെ എന്ന് പറഞ്ഞ് അപ്പോഴേക്ക് നമ്പർ മാറ്റും, അടുത്ത നമ്പർ മാറ്റും, 3ാമത്തെ. അല്ല, അത് ഇപ്പൊ വെച്ചിട്ട് നമുക്ക് തീരുമാനം എടുക്കാം അല്ലേ? നിങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ വലിയ ആഗ്രഹമാണ്. ധ്യാന്റെ ആ കോമഡി ടൈമിങ്ങില് ഫഹദും കൂടി വന്നു കഴിഞ്ഞാല്, അല്ല എനിക്കിപ്പോ ലാൽ സാർ വരെ ഡേറ്റ് തരും. പക്ഷേ സത്യമാണോ? അത് ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ ഇപ്പൊ നേരിട്ട് ചോദിച്ചത് തീരുമാനമാക്കിയിട്ട് മമ്മനെ ഒരു സെക്കൻഡ്. മറ്റേ പണ്ട് പറയുമല്ലോ, തൃപ്പൂണിത്തുറ തൊട്ടടുത്ത അയാളുടെ വീട് എന്ന് പറയുമല്ലോ. 5 വർഷം മുമ്പ് എന്റെ അടുത്ത് കഥ പറഞ്ഞാൽ വന്നിരുന്നു. 6 വർഷം മുമ്പ്. ആ കഥ ഇപ്പോഴും പറഞ്ഞു തീർന്നിട്ടില്ല. അന്ന് 6 വർഷം മുന്നേ ഞാൻ 5 വർഷം മുന്നേ അല്ല, 10 വർഷം മുന്നേ വന്ന് കഥ പറഞ്ഞു. കാരണം ആ സിനിമ എനിക്ക് എപ്പോഴും ഓർമ്മയാണ്. കാരണം അദ്ദേഹത്തിന്റെ ലൈഫിൽ ഏറ്റവും വലിയ സിനിമയായിരുന്നു മഹേഷിന്റെ പ്രതികാരത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് ഞാൻ കഥ പറയാൻ വരുന്നത്. അന്ന് എന്നോട് കുറച്ച് കഥ ഇങ്ങോട്ട് പറഞ്ഞു ഒരു യാത്രക്കിടയിൽ. ആ കഥ കേട്ടപ്പോ എനിക്ക് മനസ്സിലായി സിനിമയൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എടാ ഇവിടെ എന്നെ ഒന്ന് ഉപദേശിച്ചു വിട്ടു, ഓർമ്മയുണ്ടാവില്ല. കാരണം അപ്പോഴേക്ക് എന്റെ വലിയ ആൾക്കാരെ മീറ്റ് ചെയ്തൊന്നും ഞാൻ മറന്നിട്ടില്ല. അല്ല അതൊരു വലിയ ഇതായിപ്പോയി. ഫഹദിന്റെ സാന്നിധ്യത്തിൽ തന്നെ അത് വാങ്ങാലോ.